നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. അടുത്ത 10 ആഴ്ച കാനഡയ്ക്ക് വളരെ വളരെ ബുദ്ധിമുട്ടേറിയതും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസുമാണ്. എന്താണ് ഈ 10 ആഴ്ച? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളൊരു പക്ഷേ കൃപാസന വിശ്വാസിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗുരുദ്വാര, മസ്ജിദ് അല്ലെങ്കിൽ അമ്പല വിശ്വാസിയാണെങ്കിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോളൂ അടുത്ത 10 ആഴ്ച. കാരണം അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത നവംബറിൽ. ഈ നവംബറിൽ ട്രംപിന്റെ പാർട്ടി പരാജയപ്പെടാൻ വേണ്ടി നിങ്ങൾ പറ്റാവുന്നത്ര നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം കാനഡയുടെ ഭാവി ആശ്രയിച്ചിരിക്കാൻ പോകുന്നത് ഈ അമേരിക്കയിൽ വരാൻ പോകുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഹൗസ് സെനറ്റിൽ ട്രംപിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഈ പറഞ്ഞ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതായത് അമേരിക്കയും കാനഡയും കൂടി തുറന്ന യുദ്ധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം ജോലി പോകുന്നു എന്നൊരു ഒരു കൂട്ടർ വിളിച്ചു പറയുന്നു, ചില ആളുകൾ വിളിച്ചു പറയുന്നു എത്രയും പെട്ടെന്ന് കാനഡയിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ മാത്രം ഞാനൊരു വിദഗ്ധരൊന്നുമല്ല. പക്ഷെ എൻ്റെ അനുമാനം എന്ന് പറയുന്നത്, എന്താണ് മൈക്ക് കാർണി, അതായത് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കാർണി എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ 8 മാസത്തോളം നിരന്തരമായിട്ട് അമേരിക്ക കാർണിയെ വിളിച്ചിരുന്നു ഈ പറയുന്ന ട്രേഡ് ഡീൽ സംസാരിക്കാനാണ്. നമുക്ക് സംസാരിച്ചു ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താം. അപ്പോൾ അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് 8 മാസത്തോളമായുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ട്രംപിന്റെ ഫോൺ വിളിയിലൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാർണി പെട്ടെന്നൊരു ദിവസം, അതായത് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, വി ആർ ഇൻ എ വാർ വിത്ത് അമേരിക്ക. അമേരിക്ക ഞങ്ങളെ തടയാൻ ശ്രമിച്ചാണെങ്കിൽ തിരിച്ചു നോ അബൌട്ട് ഇറ്റ്. പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നത്, ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. മൈക്ക് കാർണി എന്ന് പറയുന്നത് ഒരു പൊട്ടനൊന്നുമല്ല. ഈസ് എ വെരി സ്മാർട്ട് ഗായ്. അതായത് ബാങ്ക് ഓഫ് കാനഡ, അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതായത് 300 വർഷത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും ബ്രിട്ടനിൽ നിന്ന് പുറത്തുനിന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നയിച്ചിട്ടില്ല. അതായത് മൈക്ക് കാർണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉറക്കത്തിൽ പോലും എണീച്ചു നിന്നുകൊണ്ട് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അരിഥമാറ്റിക് കമ്പ്യൂട്ടേഷൻ വളരെ വളരെ മിടുക്കരാണ്. ഈസ് വെരി സ്മാർട്ട്. അദ്ദേഹം ഈ പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോയെ പോലെ മണ്ടനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചൂതാട്ടമാണ് നടത്തിയിരിക്കുന്നത്. ചൂതാട്ടം. അതായത് ട്രംപിന്ന് ഫേവറായിട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അടുത്ത 10 ആഴ്ചക്കുള്ളിൽ, അതായത് ഇവിടുത്തെ അനുകൂലമല്ല ട്രംപിന് സാഹചര്യങ്ങൾ, ഇതൊരു 50-50 ഒരു പക്ഷേ ട്രംപിന്റെ പാർട്ടിക്ക് മെജോറിറ്റി കിട്ടാം, ഇല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഒരു ചാൻസ് എടുക്കുകയാണ് കാർണിയോട് ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ ട്രംപിന് ഭരണം നഷ്ടപ്പെട്ടാൽ ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ഒരു കോൺഗ്രസിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ബെറ്റർ ഡീൽ സംഘടിപ്പിക്കാമെന്നാണ് പ്രതീക്ഷ കാനഡയ്ക്ക് വേണ്ടി. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം അതാണ്. തീർച്ചയായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. റീച്ച് ഡിഫ്ലക്ഷൻ പോയിന്റ് ആയി കഴിഞ്ഞു, ട്രംപ് വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഓപ്പൺലി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഈ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പരമാവധി സിമ്പിൾ നേടിയെടുക്കുക. സിമ്പതൈസർ, അതായത് ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അമേരിക്കയുമായി യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യുമായിരിക്കാം. എൻ്റെ ഒന്നിനെ നഷ്ടം വരാൻ പോകുന്ന ആർക്കാണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ കനേഡിയനും മനസ്സിലാക്കണം, കാനഡ ഉണ്ടാക്കുന്ന 72% എന്തുണ്ടാക്കിയാലും അതിൻ്റെ 72% ഓഫ് എനിത്തിങ് ഇമ്പോർട്ട് ഗോസ് ടു അമേരിക്ക. കാനഡയുടെ 85% ക്രൂഡ് ഓയിൽ കംസ് ടു എവിടേക്ക്? അമേരിക്കയിലേക്കാണ്. കാരണം ഈ ആൽബർട്ടയിൽ നിന്ന് വരുന്ന ക്രൂഡൊന്നും സംസ്കരിക്കാനുള്ള കഴിവ് ഗൾഫ് കോസ്റ്റിലുള്ള റിഫൈനറീസ് ഇല്ല. അമേരിക്കൻ റിഫൈനറിക്ക് മാത്രമേ ഉള്ളൂ. അലുമിനിയം കൊണ്ട് സമ്പന്നമാണ് ആര്? കാനഡ. പക്ഷെ അത് സംസ്കരിക്കാനുള്ള കഴിവില്ല. എവിടെ കൊണ്ടുവരണം? അമേരിക്കയിലേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ കൊബാൾട്ട്, നിക്കൽ, ഇതെല്ലാം സമ്പന്നമാണ്. പക്ഷേ എല്ലാം ഉണ്ട്. പക്ഷെ സംസ്കരിക്കാൻ, അല്ലെങ്കിൽ അതൊരു പദാർത്ഥമാക്കി അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള കഴിവില്ല. ദേ ഹാവ് ടു ഇമ്പോർട്ട്. അമേരിക്കയിലേക്ക് വന്നേ പറ്റൂ. അതായത് 40 അല്ലെങ്കിൽ 35 ട്രില്യൺ ഇക്കോണമിയുള്ള അമേരിക്കയും 2.5 ട്രില്യൺ ഇക്കോണമിയുള്ള അമേരിക്കയിലെ ന്യൂയോർക്കോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ന്യൂയോർക്ക് ഇതിലും കൂടുതൽ ഹാവ് മോർ GDP. അല്ലെങ്കിൽ കാലിഫോർണിയ 5 മില്യൺ GDP, 5 ട്രില്യൺ GDP. അതായത് ഇതിലിപ്പം ഞാൻ ആന അല്ലെങ്കിൽ ഒച്ച് അല്ലെങ്കിൽ എണ്ണ എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ മാത്രം ഞാൻ ആളൊന്നുമില്ല. നമ്മുടെ വിദഗ്ധൻ താല്പര്യമില്ല. പക്ഷേ ഹൗ ഫാർ ഈസ് ഇതൊരു ഗാംബ്ലിംഗ് ആണ്. നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു പറയുന്നത്, ഇതൊരു ഗാംബ്ലിംഗ്. ട്രംപിന്റെ പാർട്ടി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ആരാണ് ഈ പറഞ്ഞ കാർണി ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്? കാർണിയെ നയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, അമേരിക്കൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു ഉപദേശകയാണ് കാർണിയുടെ ഉപദേശകയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പദവി, മായ ജോൺസ് എന്ന് പറയുന്ന ഒരു ഉപദേശകയാണ് കാർണിയുടെ ഉപദേശക. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അതായത് ട്രംപ് തോൽക്കുമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ വിശ്വസിപ്പിക്കാതിരിക്കൂ. പക്ഷേ
അഥവാ ട്രംപ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിസാസ്ട്രസ്. ട്രംപ് കൺ ഡു എനിത്തിങ്. ലെറ്റ് മി ടെൽ യു. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ക്യാൻ ജസ്റ്റ് വൈപ്പ് ഓഫ് കാനഡ ടുഡേ. കാനഡയ്ക്ക് സ്വന്തമായിട്ട് ആർമി പോലുമില്ല. നോ നേവി, നോ എയർഫോഴ്സ്. ചൈന ഹാസ് ഓൾമോസ്റ്റ് ടേക്കിംഗ് ഓവർ. ചൈനയുടെ ഉദ്ദേശം എന്ന് പറയുന്ന അവരുടെ ഇ വികൾ അവിടെ ഇറക്കുക. ഇ വി ഇറക്കി കഴിഞ്ഞാൽ കാനഡയുടെ റിഫൈനറീസ് മൊത്തം പൂട്ടിപ്പോകും. പ്ലാൻ ഈസ് ദാറ്റ്. ഐ ഡോ നോ അബൌട്ട്. അതായത് ഈ ലിബറൽസ് എന്ന് പറയുന്നത് ഇതുപോലെ വേറെ ചെറുപ്പക്കാരനായിരുന്നു, ലിബറലായി ജസ്റ്റിൻ ട്രൂഡോ. ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം ഏകദേശം 10-15 വർഷത്തോളം നശിപ്പിച്ച ശേഷം ഇപ്പോൾ അമേരിക്കൻ പാട്ടുകാരിയുമായി പ്രണയത്തിലായിട്ട് ഇവിടെ കറങ്ങിയിരിപ്പുണ്ട്. എവിടെയോ ലോസ് ആഞ്ചൽസിൽ എവിടെയോ താമസിക്കാം. തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഭരിച്ച് നശിപ്പിച്ച് അതിനുശേഷം ഹി ഡസന്റ് കെയർ അബൌട്ട്. മൈക്കാറിനെ അത്ര മണ്ടനുള്ള, പക്ഷേ ഒരു ബിഗ് സ്റ്റെപ്പ് എടുക്കുകയാണ്, ബിഗ് ഗാംബ്ലിംഗ്. അതായത് ഇപ്പോൾ കാനഡയെ പറ്റി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അടുത്ത 10 ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് തോന്നുമായിരിക്കും എനിക്ക് വളരെ സ്കില്ലുണ്ട്, ഐ എം ഹൈലി സ്കിൽഡ്, ഹൈലി ക്വാളിഫൈഡ്. വെൻ കം ടു റെസഷൻ വരുമ്പോൾ സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, പെർഫോമൻസ്, നോ. കമ്പനി ലാഭം ഉണ്ടാക്കുന്നില്ല, കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് വിൽക്കുമ്പോൾ 50% താരിഫ്, അതായത് മുകളിൽ കൊടുത്തേ പറ്റൂ. ആ ഒരവസ്ഥയിൽ അമേരിക്ക വിൽ ലുക്ക് ഫോർ ഡിഫറെന്റ് ബയേഴ്സ്. മെക്സിക്കോ ഉണ്ട് അമേരിക്കയ്ക്ക്, വിൽ ഗോ. അമേരിക്ക വേറെ വഴിക്ക് പോവും, ഡസന്റ് മാറ്റർ. അപ്പം അതുകൊണ്ട് നഷ്ടം വരാൻ പോകുന്ന ആരും കാനഡയ്ക്കായിരിക്കാം. ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒഴിവാകട്ടെ. വന്നു കഴിഞ്ഞ് ഇറ്റ്സ് ഗോയിങ് ടു ബി, ഇതിന് വളരെ വിനാശകാലമായിരിക്കും കാനഡയ്ക്ക് വരാൻ പോകുന്നത്. കാരണം അതിന് ഒന്നാമത്തെ കാരണക്കാരെന്ന് പറയുന്നത് ഇതുപോലുള്ള നേതാക്കന്മാർ തന്നെ. കാരണം ഇതൊക്കെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഒരു പക്ഷേ ചില ഈഗോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ട്രംപ് ഈഗോ ഉണ്ടായിരിക്കാം, ട്രംപിന് അമേരിക്കൻ നയങ്ങൾ ഉണ്ടായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്. നയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം, അല്ലെങ്കിൽ സംസാരിക്കണം ഓപ്പൺലി. ഞാൻ അമേരിക്കയുമായി യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു. 8 മാസത്തോളം അമേരിക്ക കൂടിക്കാഴ്ചകൾക്ക് ശ്രമിച്ചപ്പോഴും മൈക്ക് കാർണി വിട്ടുനിന്നു എന്ന് പറയുന്നത്. ഹി ബോതേഡ്. അദ്ദേഹം സംസാരിക്കാൻ മുന്നോട്ട് വന്നു പോലുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇഫ് യു ഇൻവെസ്റ്റ്മെന്റ്സ്, നിങ്ങൾ ഇനി ഇവിടെ കാനഡയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. ചെയ്തേ പറ്റൂ. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ, ട്രംപിന്റെ പാർട്ടിക്ക് വീണ്ടും സെനറ്റിലും കോൺഗ്രസിലും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും, അതിഭയാനകമായിരിക്കും കാനഡയെ. കാരണം കാനഡയിലെ പല ദേശങ്ങൾ, ആൽബർട്ട പോലും അവിടുന്ന് പിന്മാറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ, നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ. കാരണം കാര്യങ്ങൾ അത്ര സുഖകരമാവില്ല നവംബറിന് ശേഷം.